ട്രേഡേഴ്സ്, ഞാൻ മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു ഡൗൺഫോൾ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു നല്ലൊരു കൺവിക്ഷൻ കൂടിയുണ്ട്. ഞാൻ നമ്മുടെ ലൈനും ഒന്ന് പ്ലോട്ട് ചെയ്തിട്ട് നമ്മളുടെ എൻട്രിയും സ്റ്റോപ്പ് ലോസും കൂടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് 78 പോയിൻറ്റ്സ് 100 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റും അപ്പോൾ ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും. ഓക്കെ, എക്സാക്ട്ലി ഈ ഒരു പോയിന്റ് ഇപ്പോൾ നമ്മുടെ കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഒരു പറയാൻ വരുവാണ് ഗ്രീനിൽ റൺ ചെയ്യുകയെന്ന് പറയാൻ വരുന്ന ഉടനെ തന്നെ അത് നെഗറ്റീവായിട്ടുണ്ട്. ഒരു 1000 റുപ്പീസിൻ്റെ ലോസ്. ഞാൻ ഓവർ ട്രേഡോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയല്ല, 180 ക്വാണ്ടിറ്റി തന്നെ എടുത്തിട്ടുള്ളൂ. ജസ്റ്റ് 2 സ്ട്രൈക്ക് പ്രൈസിൽ എടുത്തതേ ഉള്ളൂ. അവൻ്റെ അകത്തൊരു എങ്ങനെ പെർഫോം ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. സെയിം ക്വാണ്ടിറ്റിയാണ് 180 ക്വാണ്ടിറ്റി. അപ്പോൾ ഇച്ചിരി കൺവിക്ഷൻ കൂടുതലായതുകൊണ്ടാണ് കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയത്. സെയിം 2 സ്ട്രൈക്ക് പ്രൈസിൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതായാലും ഇമ്മീഡിയറ്റ്ലി ലോസാണ് റണ്ണിങ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാം. 178 216 കിട്ടിയത്. 178ഉം 179 ട്രിഗർ പ്രൈസും. ഓക്കെ, ചെറിയ റിക്കവറി വരുന്നുണ്ട്. ഏതായാലും നമ്മുടെ ഈ സ്ട്രൈക്ക് പ്രൈസിൻ്റെയും കൂടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൊടുത്തേക്കാം. നമുക്ക് എൻട്രി കിട്ടിയ 271, അപ്പോൾ 233ഉം ട്രിഗർ പ്രൈസ് വന്നിട്ട് ഓക്കെ 3000 എബോവ് ലോസായി 4000. ഓക്കെ ട്രേഡേഴ്സ്, നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട് ട്രേഡേഴ്സ്. അടുത്തതും ഇപ്പോൾ തന്നെ ഹിറ്റാവും. കാരണം നമ്മൾ എടുത്ത ഉടനെ തന്നെ മാർക്കറ്റ് റിവേഴ്സ് ആവുമായിരുന്നു. അവിടുന്ന് ജസ്റ്റ് നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് ക്ലോസ് വരുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു ട്രേഡും കൂടെ ക്ലോസ് ആവുകയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഏകദേശം ഒരു 6000ൻ്റെ ലോസ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. അടുത്ത ട്രേഡ് എടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ്. ട്രേഡേഴ്സ്, മാർക്കറ്റ് വീണ്ടും നമ്മുടെ ലൈനിനെ താഴത്തോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി എടുത്തേക്കാം. കൺഫേം. ഓക്കെ ട്രേഡേഴ്സ്, ഞാൻ നമ്മുടെ മാർക്കറ്റിൽ എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ 6000 ആയിരുന്നു ലോസ്. അപ്പോൾ ഒരു ഓക്കെ സെയിം ടാർഗറ്റും സെയിം സ്റ്റോപ്പ് ലോസും ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുക. ഇനിയിപ്പം ഇത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഓക്കെ, ഇത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ഒരു 12,000ൻ്റെ ലോസ് നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. പിന്നെ ട്രേഡൊന്നും എടുക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ നോക്കേണ്ടി വരും. വല്ല ഓപ്പർച്യൂണിറ്റിയും കിട്ടുവാണെങ്കിൽ നമ്മൾ മീറ്റ് ചെയ്യുന്നൊരു 3000 5000 വല്ല അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ട്രേഡേഴ്സ്, ക്യാൻഡിലിൻ്റെ ക്ലോസും കൂടെ കിട്ടിയിട്ടുണ്ട്. വളരെ ഈ ട്രേഡിൽ ഞാൻ വന്നിട്ട് വളരെ കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു ഡബിൾ ടോപ്പും കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് സെല് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ നമ്മുടെ ഏരിയ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ വെരി ഗുഡ് നല്ല ഫോൾ ഉണ്ട്. അപ്പം നമ്മുടെ ഏരിയ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി ടാർഗറ്റ് ബുക്ക് ചെയ്യണം. കാരണം ഈ ഡബിൾ ടോപ്പ് നോക്കിയിട്ട് ഒരുപാട് പേര് സെല് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ മേലിലേക്ക് പോകാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, കാരണം കണ്ടിന്യൂസ്ലി ഡൗൺ ട്രെൻഡിലാണ്. അപ്പോൾ ഒരുപാട് പേര് ഡബിൾ ടോപ്പ് കാണുമ്പോൾ മാർക്കറ്റിൽ സെല് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമ്മളുടെ ലോസിനെ ഓൾമോസ്റ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഞാൻ വിചാരിക്കുന്നത് ചെറിയൊരു പനിയുണ്ട്, അതാണ് സൗണ്ട്. ഞാൻ വിചാരിക്കുന്നത് മാനുവലി എക്സിറ്റ് ചെയ്യാം. ഞാൻ ഇത് കൊടുത്തിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. വെരി നൈസ്. യെസ്, നമ്മളുടെ ലോസിനെ റിക്കവർ ചെയ്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഏകദേശം ഇപ്പോൾ ഒരു 3000+ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, 100 പോയിൻറ്റ്സ് എക്സാക്ട്ലി 100 പോയിൻറ്റ്സ് എടുത്താൽ മതി നമുക്ക്. എക്സാക്ട്ലി നമ്മളുടെ ടാർഗറ്റിന് തൊട്ട് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോഴത്തേക്കും മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ ഒരു 3000. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും കുറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. ഒരു 2000ൻ്റെ പ്രോഫിറ്റ് നമ്മൾ ഓവറോൾ നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു നല്ലൊരു പ്രോഫിറ്റ് തന്നെ എന്ന് പറയാം. അപ്പോൾ ഇനി വല്ല ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ്. ഇതാണ് നമ്മുടെ ഓർഡർ ബുക്ക് ട്രേഡേഴ്സ്. ബൈ.